ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വേൾഡ്. നസ്ലിൻ, മമത ബൈജു ഇവരുടെ കൂട്ടുകെട്ടിൽ പ്രേമലു. അപ്പൊ ഞാൻ പടം കണ്ടു. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫൺ, ലവ്, കോമഡി എന്റർടൈനർ ആണ്. നിങ്ങൾക്ക് തിയേറ്ററിൽ ചിരി മഴ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിരിച്ച് 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 കാണാം. അവസാനം വരെയും ഒരു വിടാതെ കോമഡി സീൻസ് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഉറപ്പായും ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട്, ഫാമിലി ഇല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് പോയിട്ട് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. ഇതിലെനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിലെ എന്താ പറയുക, കോമഡി തന്നെയാണ്. കോമഡി ഒരു നല്ലപോലെ എഴുതിയിട്ടുണ്ട്. അതിന് റൈറ്റർ ആൻഡ് ഡയറക്ടറായ ഗിരീഷ് ഏടി പുള്ളിക്കാരന് ഒരു അപ്ലോഡ് കൊടുത്തേ പറ്റൂ. പുള്ളിക്കാരൻ സൂപ്പറായിട്ട് അത് ക്യാരി ചെയ്തിട്ടുണ്ട്. തണ്ണീർമത്തൻ ദിനങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു നല്ല കോമഡി ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ സൂപ്പർ ശരണിയിലൊക്കെ കണ്ടതുപോലെ തന്നെ കോമഡി ഇതിൽ എന്താ പറയുക, നല്ല സൂപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ ഇതിലെ കാസ്റ്റ് പറഞ്ഞേ പറ്റൂ. എസ്പെഷ്യലി മമത ബൈജു ആൻഡ് നസ്ലിന്റെ അവരുടെ ആ ഒരു കോംബോ, അവരുടെ ആ ജോഡി, അത് തിയേറ്ററിൽ നമ്മൾ സ്ക്രീനിൽ നല്ല സൂപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അവരുടെ ലവ് പോർഷൻസ് ആയിക്കോട്ടെ, കോമഡി ആയിക്കോട്ടെ, എല്ലാം നല്ല പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് എന്താ പറയുക, നല്ലൊരു ബെസ്റ്റ് ജോഡിയാണ് അവർ ഇതിൽ. എസ്പെഷ്യലി മമത ബൈജു ഞാൻ ഫാനായിപ്പോയി, കട്ട ഫാനായിപ്പോയി. പുള്ളിക്കാരെ സ്ക്രീനിൽ കാണാൻ അത്ര ഭംഗിയുണ്ട്. നല്ല സൂപ്പറായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. നസ്ലിൻ ആയിക്കോട്ടെ സൂപ്പറായി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് എടുത്തു പറയേണ്ടത്, ഇതിൽ ശ്യാം മോഹൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ മമതയുടെ ഓഫീസിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരൻ ത്രൂ ഔട്ട് ഉണ്ട് സിനിമയിൽ. വേറെ ലെവൽ കോമഡിയൊക്കെ പുള്ളിക്കാരൻ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്താ പറയാ, തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ പടമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും സൂപ്പറായി ചെയ്തിട്ടുണ്ട്. അതുപോലെ കാസ്റ്റില് സംഗീത് പ്രതാപ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നസ്ലിന്റെ കൂട്ടുകാരനായിട്ട് ഒരു പയ്യൻ അഭിനയിച്ചിട്ടുണ്ട്. ആ പുള്ളിയാണെങ്കിലും എല്ലാവരും നല്ല സൂപ്പറായി ചെയ്തിട്ടുണ്ട്. കോമഡി, ഇവരൊക്കെ കോമഡി അത്ര ഈസി ആയിട്ട് ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു വിജയം. പിന്നെ അതിൽ മ്യൂസിക് ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, എല്ലാം സൂപ്പറാണ്. പടം ഏകദേശം 2-2.5 മണിക്കൂറുണ്ട്. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ ടൈം പോകുന്നതേ അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ പോയി ചിരിച്ച് സന്തോഷിച്ച് കണ്ടിറങ്ങി വരുന്ന ഒരു ഫീൽ ഗുഡ് കോമഡി എന്റർടൈനർ ആണ് പ്രേമലു. അപ്പൊ ഇതൊരു എന്താ പറയാ, ന്യൂജൻ ലവ് സ്റ്റോറിയാണ്. ഒരു എന്താ പറയാ, കുറച്ച് പഴയ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള പാരന്റ്സിനൊക്കെ ഇത് എത്രത്തോളം ക്ലിക്ക് ആവും എന്ന് എനിക്കറിയില്ല. പക്ഷെ പുതിയ പിള്ളേർക്ക് ധൈര്യത്തോടെ ടിക്കറ്റ് എടുക്കാം. നിങ്ങൾ ഉറപ്പായും നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല ഈ സിനിമ. നിങ്ങൾ സന്തോഷത്തോടെ ഒരു ഫീൽ ഗുഡ് കോമഡി എന്റർടൈനർ കണ്ടൊരു എന്താ പറയുക, ഒരു ആശ്വാസത്തിൽ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരും. അപ്പൊ പ്രേമലു ഒരു മസ്റ്റ് വാച്ച് ആണ്. എന്തായാലും തിയേറ്ററിൽ മിസ് ചെയ്യാതെ കാണുക, നല്ലപോലെ എൻജോയ് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അബീസ് വേൾഡ്. ഞാൻ അടുത്തൊരു വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.